ഞാൻ എന്നിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ മേയർ സ്ഥാനാർത്ഥിയായി നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറിയും മുൻ ജില്ലാ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ VV രാജേഷ് ആയിരിക്കും. VV രാജേഷിനെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് രാജേഷ് എന്നെ ഒരു പഴയ ചരിത്രം ഓർമ്മിപ്പിച്ചു. 1996 VV രാജേഷിനെ ABVPയുടെ നെടുമങ്ങാട് താലൂക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടും നാമനിർദ്ദേശം ചെയ്ത ആള് ഞാനാണ്. അന്ന് ഞാൻ ABVPയുടെ സംസ്ഥാന ജില്ലാ പ്രമുഖായിരുന്നു. അപ്പോൾ അതൊരു ചരിത്രത്തിന്റെ നിയോഗം എന്ന നിലയിൽ വീണ്ടും VV രാജേഷിനെ വികസിത അനന്തപുരിക്ക് നേതൃത്വം നൽകാൻ പറ്റുന്ന BJPയുടെ മേയർ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യാൻ അവസരം ലഭിച്ചത് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഏറ്റെടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ കോർപ്പറേഷനിൽ, ഈ നഗരസഭയിൽ BJPയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള മൂന്നാമത്തെ പ്രാവശ്യവും കൗൺസിലറായിട്ട് ജയിച്ചു വന്ന പ്രിയപ്പെട്ട ആശാനാഥാണ് നമ്മുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ആശാനാഥ് നമുക്കറിയാം. ശ്രീ കൈമനം ചന്ദ്രൻ 2015 BJPയുടെ ജില്ലാ പ്രസിഡന്റായിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ കൈമനം ചന്ദ്രനെ പാപ്പനംകോട് നിന്ന് ജയിപ്പിക്കാൻ സാധിച്ചത്. ആ കൈമനം ചന്ദ്രൻ ഒരു വർഷം പിന്നിടുമ്പോൾ മരണപ്പെട്ടതിന് ശേഷം നമുക്ക് കിട്ടിയ നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ആശാനാഥ് അവിടെ ജയിച്ചു. അതിനുശേഷം ആ വാർഡ് ജനറൽ വാർഡായ സമയത്തും ആശാനാഥ് ജയിച്ചു. ഇപ്പോൾ കരിമത്തും ജനറൽ വാർഡിൽ നിന്ന് തന്നെ ആശാനാഥിന് ഗംഭീര ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ സാധിച്ചു. ആശാനാഥാണ് നമ്മുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി എന്ന് ഒരിക്കൽ കൂടി അറിയിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചരിത്രം തിരുത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഇടതിൻ്റെയും വലതിൻ്റെയും ചരിത്രത്തിന് ഒരു മാറ്റം വരുത്തി നേരിൻ്റെ ചരിത്രം തിരുവനന്തപുരത്ത് തിരുത്തി എഴുതിയിരിക്കുകയാണ്. ആ നേരിൻ്റെ ചരിത്രത്തെ മുന്നോട്ട് നയിക്കാനും വികസിത തിരുവനന്തപുരം യാഥാർത്ഥ്യമാക്കാനും ശ്രീ VV രാജേഷ് മേയറായി, ആശാനാഥ് ഡെപ്യൂട്ടി മേയറായി 50 അംഗ നമ്മുടെ ഈ കർമ്മസാരഥികൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ തീരുമാനം ഈ കൗൺസിലർമാരുടെ യോഗത്തിൽ ഞാൻ വിനയപൂർവ്വം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി അവതരിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.